കഥ ഭർത്താവ് ഭാഗം 50. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് താൻ മനസ്സോടെ തളിക്കൽ വീടിൻ്റെ നിഴൽ പോലും കാണുന്നതെന്ന് റോഡിൽ നിന്ന് മുറ്റത്തേക്ക് കയറാനുള്ള ആദ്യ പടവിലേക്ക് കാൽ വയ്ക്കുമ്പോൾ സരോജിനിയമ്മ ഓർത്തു. ഇത്രയും നാളുകളായി തൻ്റെ കണ്ണുകളിൽ രക്തബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും മാറാലയുടെ തിമിരങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. ഇന്നതിൻ്റെ മൂല്യം എത്രത്തോളമുണ്ടെന്ന് താൻ തിരിച്ചറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം ഓർക്കെ സരോജിനിയമ്മയ്ക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി. കാഴ്ചയുണ്ടായിട്ട് പോലും തനിക്കൊന്നും കാണാൻ പറ്റാതെ പോയി. കാണാൻ പറ്റാതെ പോയതല്ല, മനഃപൂർവ്വം ആ കാഴ്ചകൾക്ക് നേരെ താൻ കണ്ണടച്ചു കളഞ്ഞതാണ്. താൻ ജീവിതത്തിൽ സ്വയം ഏറ്റെടുത്ത തീരുമാനങ്ങളിൽ പലതും തെറ്റായി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. കൂട്ടായി എടുക്കേണ്ട എല്ലാ തീരുമാനങ്ങളിൽ നിന്നും സ്ഥാനം അറിയിക്കുന്നവരെ പോലും താൻ മാറ്റി നിർത്തി കളഞ്ഞുവെന്ന് അതൊക്കെ ഒരു വിജയമായി താൻ കണ്ടുപോയിരുന്നെങ്കിലും ഇന്ന് അതൊക്കെ തൻ്റെ തോൽവിയായിരുന്നെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു. തൻ്റെ എല്ലാ തെറ്റുകളും അവിടെ നിന്നും കൊണ്ട് ഒരു നെടുവീർപ്പിൽ ഒതുക്കിക്കളയുകയെ അവർക്ക് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. തലേ ദിവസം ഗോപിനാഥൻ വാങ്ങിക്കൊണ്ട് വന്ന മുളകും മല്ലിയുമൊക്കെ കഴുകി വാരിയെടുത്ത് മുറ്റത്തെ വെയിലിൽ ഉണക്കാനിടുകയായിരുന്നു ചന്ദ്രിക. ജോലി തീർത്ത് എണീൽക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. വീട്ടുമുറ്റത്തേക്ക് കയറാൻ മടിച്ചിട്ടെന്ന വണ്ണം എന്തോ ഓർത്ത് പടികളിൽ തന്നെ നിൽക്കുന്ന സരോജിനി ചേച്ചി. ചന്ദ്രിക കയ്യിലിരുന്ന പാത്രം തറയിലേക്ക് വെച്ചിട്ട് മുറ്റത്തിൻ്റെ അതിരിലേക്ക് ചെന്നു. കയറി വാ ചേച്ചി, അവിടെ തന്നെ എന്താ നിന്ന് കളഞ്ഞത്? ചന്ദ്രിക അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവനെന്തേ ചന്ദ്രികയെ കിടക്കുവാണോ? എൻ്റെ കുഞ്ഞിന് തീരെ വയ്യാണ്ടായോ? പടികൾ കയറി ചന്ദ്രികയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് സരോജിനിയമ്മ ചോദിച്ചു. അവൻ്റെ ക്ഷീണമൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ തന്നെ മാറി ചേച്ചി. ആഹാരം കഴിക്കാത്തതിൻ്റെ തളർച്ചയായിരുന്നു. 2-3 ഡ്രിപ്പ് ഇട്ടപ്പോൾ അതങ്ങ് മാറിയില്ലേ. അവനിപ്പോൾ പഴയതുപോലെ തന്നെ ഉഷാറായി. എന്നാൽ നാളെ കൂടി റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങളെ ആരെയും കാണാത്തത് കൊണ്ട് അവന് വിഷമം കാണും. താൻ ഒറ്റയ്ക്കായിപ്പോയി എന്നൊരു വിഷമത്തിലാവും അവൻ. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ മനുഷ്യരാരും ഇല്ലാത്ത വീടല്ലേ. ഇന്നലെയാണെങ്കിൽ മധുരമയും ഊട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൾക്കിനി ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങിപ്പോയാൽ മതി. അവൾ ഏതു നേരവും അവൻ്റെ അടുത്താ. അവളുണ്ടായിരുന്നു ഇവിടെ എങ്കിൽ സാരമില്ല. സരോജിനിയമ്മ ചന്ദ്രികയുടെ കൂടെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ പാടത്തുനിന്ന് പണിക്കാർക്കുള്ള കഞ്ഞി കൊണ്ടുപോകാനായി ഗോപിനാഥനും എത്തിച്ചേർന്നു. ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നോ? അയാൾ പൈപ്പിൻ ചുവട്ടിൽ ചെന്ന് നിന്ന് കൈയും കാലും കഴുകുന്നതിനിടയിൽ ചോദിച്ചു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. നിനക്ക് തിരക്കാണോ ഗോപി? അവിടെ ജോലിക്കാരുടെ കൂടെ നിന്നതാ ഏട്ടത്തി. എന്താ കാര്യം? അവർക്ക് തന്നോടെന്തോ പറയാനുണ്ടെന്ന് ഗോപിനാഥന് തോന്നി. നീ അവർക്കുള്ള ആഹാരം കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. കാര്യമൊന്നുമില്ല, നമുക്ക് അവൻ്റെ അച്ഛനെ ഫോണിൽ വിളിച്ചൊന്ന് സംസാരിക്കണം. ആരുടെ? ശ്യാമിൻ്റെയോ? നമ്മൾ പറയുമ്പോഴല്ലേ അവന് എൻ്റെ വീടിൻ്റെ മൂലയ്ക്ക് നിന്നിറങ്ങാൻ മടി. അവർ വിളിക്കട്ടെ അവനെ. അവിടെ ചെന്ന് നിൽക്കാൻ അവർ പറഞ്ഞാൽ അവൻ കേൾക്കാതിരിക്കുവോ? അപ്പോൾ ലേഖയോ എടത്തി? അവൾ അവൻ്റെ കൂടെ അങ്ങോട്ട് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാവം എൻ്റെ കൊച്ച്. അവൾ സമ്മതിച്ചത് ഞങ്ങളെയൊക്കെ കരുതിയാവും. അവൻ്റെ ശല്യത്തിൽ നിന്നും അമ്മയെയും കൂടപ്പിറപ്പുകളെയും രക്ഷിക്കാൻ ഇതേ മാർഗമുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി കാണും. അവൾ അവൻ്റെ കൂടെ അങ്ങോട്ട് ചെന്നാൽ എങ്ങനെയാ ചേച്ചി? അവിടെ അവനേക്കാൾ വലിയൊരു മനുഷ്യമൃഗമില്ലേ, അവൻ്റെ അനിയൻ. അവനാണെങ്കിൽ അവനെ പോലീസുകാർ കൊണ്ടുപോയി തല്ലിയതിൻ്റെ അരിശം ഇവളോട് തോന്നാതിരിക്കുവോ? ചന്ദ്രിക ചോദിച്ചു. അങ്ങനെ നോക്കിയാൽ പറ്റുമോ ചന്ദ്രികയെ? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ചേട്ടൻ ഇവിടിട്ട് ഞങ്ങളെ ചക്രശ്വാസം വലിപ്പിക്കുന്നതിൻ്റെ പക ഞങ്ങൾ ആരോട് തീർക്കണം? അതുമല്ല, അവനെ പോലീസുകാർ ഉപദ്രവിച്ചത് അവരുടെ മെക്കിട്ട് കയറാൻ ചെന്നിട്ടല്ലേ. വെറുതെയൊന്നുമല്ലല്ലോ. അവനെതിരെ ലേഖ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടില്ല. ആ വിവരദോഷികളെ മക്കൾക്ക് അതൊക്കെ മനസ്സിലാക്കേണ്ട ഏട്ടത്തി. ഇത് 2 ഒരു വണ്ടിക്ക് കെട്ടാൻ പറ്റിയ കാളകൾ തന്നെ. അല്ലാതെ എന്തു പറയാനാ? ഏതായാലും ഏട്ടത്തി ഇരിക്കുക. ഞാൻ ഈ കഞ്ഞി കൊണ്ടുപോയി ജോലിക്കാർക്ക് കൊടുത്തിട്ട് വരട്ടെ. അവർ ഇവരെ കൂട്ടിക്കൊണ്ടുപോയാൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. ആ അച്ഛനും അമ്മയ്ക്കും ലേഖയോട് നല്ല സ്നേഹമാണ് കണ്ടിട്ട്.
അവരിത്തിരി മനുഷ്യപ്പറ്റുള്ള കൂട്ടത്തിൽ പെട്ടതാണെന്ന് തോന്നുന്നു. ഗോപിനാഥൻ ജോലിക്കാർക്കുള്ള കഞ്ഞിയും കറിയും കൊണ്ട് കൊടുത്തതിന് ശേഷം വന്ന് തനിക്കുള്ള ആഹാരം കഴിച്ചു. അതിനുശേഷം ഫോണെടുത്തും കൊണ്ടുവന്ന് സരോജിനി അമ്മയിൽ നിന്നും സുന്ദരേശൻ്റെ നമ്പർ വാങ്ങി അയാളുടെ ഫോണിലേക്ക് വിളിച്ചു. സുന്ദരേശൻ്റെ ഭാര്യ തങ്കമണിയാണ് ഫോണെടുത്തത്. ഗോപിനാഥൻ താൻ ആരാണെന്ന് പരിചയപ്പെടുത്തിയോടെ അവർ ഫോൺ ഭർത്താവിന് കൈമാറി. സുന്ദരേശനോട് കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ഗോപിനാഥൻ ഇവിടുത്തെ കാര്യങ്ങൾ അറിയിച്ചു. മറുവശത്തു നിന്ന് മറുപടിയൊന്നും കേൾക്കാനില്ലായിരുന്നു. അവസാനം ഗോപിനാഥൻ ചേട്ടാ എന്ന് വിളിച്ചപ്പോൾ സുന്ദരേശൻ പറഞ്ഞു തുടങ്ങി. ഞങ്ങളിത് എത്രയോ നാളുകളായി അവനോട് പറയുന്നതാണ് ഗോപിനാഥ. അവൻ കേൾക്കണ്ടേ? ഞങ്ങൾക്കും അവൻ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെയാണ് താല്പര്യം. അങ്ങനെ പറഞ്ഞു പോയല്ലേ ചേട്ടാ, ഇവിടുത്തെ കാര്യമെല്ലാം ഞാൻ വിശദമായി പറഞ്ഞതല്ലേ. ശ്രീലേഖയുടെ അനുജൻ ഇപ്പോഴുള്ളത് എൻ്റെ വീട്ടിലാണ്. അവനിപ്പോൾ അവൻ്റെ വീടെന്ന് കേൾക്കുന്നത് ഭയമാണ്. അതിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചു പോയി, അതിൻ്റെ പരിഹാരം കാണണ്ടേ? ചുമതല ഇനി നമ്മൾക്കെല്ലാം ഉള്ളതാണ്. ഗോപിനാഥൻ പറയുന്നത് സമ്മതിച്ചു തരുന്നു. പക്ഷേ ഞാനൊരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ ഗോപി, ശ്രീലേഖയുടെ സഹോദരൻ ആ വീട് വിട്ടു പോകാനുള്ള കാര്യം എന്താണ്? ഞാൻ എൻ്റെ മകൻ ശ്യാംസുന്ദരനെ ന്യായീകരിക്കുകയാണെന്ന് നിങ്ങൾ കരുതരുത്. അവൻ്റെ ഭാഗത്തും വീഴ്ചകൾ സംഭവിച്ചിരിക്കാം, സമ്മതിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ശ്യാം നിരപരാധിയല്ലേ ഗോപി? ശ്യാം അവനെ തല്ലിയിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ശരിയല്ലേ? എന്നിട്ടും അവൻ്റെ മനസ്സിന് ശ്യാമിനെ കാണുമ്പോൾ ഭയമുണ്ടാകുന്നു എന്നതാണ് പ്രശ്നമെങ്കിൽ അതിൻ്റെ വഴിയല്ലേ നോക്കേണ്ടത്? എന്ന് വെച്ചാൽ എന്താണ് ചേട്ടൻ അർത്ഥമാക്കുന്നത്? ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മനസ്സിന് പ്രശ്നമെന്നോ? അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാരണക്കാരൻ ആരാ? ശ്യാമല്ലേ? പിന്നെ ചേട്ടൻ പറഞ്ഞ മറ്റൊരു കാര്യം, ശ്യാം അവനെ തല്ലിയിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അത് ന്യായം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് ന്യായം. എന്തിനാ മറ്റുള്ളവരെ തല്ലുന്നതും ചീത്ത വിളിക്കുന്നതുമൊക്കെ? അതിനപ്പുറമല്ലേ നിങ്ങളുടെ മകൻ ഈ വീട്ടിൽ കാണിക്കുന്ന ചെയ്തികൾ? അതൊക്കെ കണ്ടും കേട്ടും ഉൾക്കൊള്ളാൻ അവൻ്റെ കുഞ്ഞു മനസ്സിന് കഴിയുന്നില്ല. അങ്ങനൊരു സാഹചര്യത്തിലല്ല അവൻ വളർന്നത്. ഇതൊക്കെ നമ്മൾ മുൻപേ ആലോചിക്കേണ്ടതല്ലേ ഗോപിനാഥ? ഒരു ബന്ധം തുടങ്ങുന്നത് ചന്തയിൽ പോയി തേങ്ങ എടുത്ത് കുലുക്കി നോക്കി വാങ്ങിക്കും പോലാണോ? ആ വീട്ടിലേക്ക് മറ്റൊരാൾ വരാൻ പോവുകയാണെന്ന് നമ്മളോടൊപ്പമാണ് ഇനി ജീവിതകാലം മുഴുവൻ അയാൾ താമസിക്കുന്നതെന്നും ഇതുവരെ നമ്മൾ ജീവിച്ചു പോന്ന ഒരു സാഹചര്യമല്ല ഇനി നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നതെന്നുമെല്ലാം അവിടെയുള്ളവർക്ക്, അത് കുഞ്ഞായാലും വലുതായാലും നിങ്ങൾ മുതിർന്നവർ പറഞ്ഞു കൊടുക്കേണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരുന്ന് ആരുടെ കുറ്റമാ? ഞങ്ങളുടെയാണോ? അല്ലല്ലോ. പിന്നെ അതിൽ കുറച്ചൊക്കെ പിടിപ്പുകേട് ശ്രീലേഖയ്ക്കുമുണ്ടെന്ന് കൂട്ടിക്കോ. ഇക്കാലത്തെ പെൺപിള്ളേർ ഭർത്താക്കന്മാരെ തങ്ങൾക്കൊപ്പം നിർത്താൻ മിടുക്കുള്ളവരാകണമെന്ന് ശ്രീലേഖയ്ക്ക് പ്രത്യേകിച്ച് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? അവൾ നാളുകളായി പുറത്ത് ആൾക്കാരുമായി ഇടപഴകി ജോലി ചെയ്ത് ജീവിച്ചു പോരുന്ന ഒരു പെൺകുട്ടിയല്ലേ. നിങ്ങൾ അപ്പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു ചേട്ടാ. പിടിപ്പിക്കേട് അത് ഞങ്ങളുടെ പെങ്കൊച്ചിന് ഇത്തിരി കൂടുതലായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ മകനെയും അവൻ്റെ ചെയ്തികളെയും എതിർത്ത് നിൽക്കുന്ന ഒരു പെണ്ണായിരുന്നു ശ്രീലേഖയെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഒന്നെങ്കിൽ ശ്രീലേഖ അല്ലെങ്കിൽ ശ്യാംസുന്ദർ, ഇവരിൽ രണ്ടിലൊരാൾ ഇപ്പോൾ കൊലപാതക കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞങ്ങളുടെ കൊച്ചിന് ഇത്രയും പിടിപ്പുകേടുണ്ടായി പോയതിന് ദൈവത്തോട് നന്ദി പറഞ്ഞേക്കുക. ഞങ്ങൾക്ക് അറിയാതെ പോയ ഒരു കാര്യം കൂടി ചേട്ടൻ അതിനിടയിൽ പറയാതെ പറഞ്ഞു ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തന്നിട്ടുണ്ട്. ചേട്ടൻ്റെ സർവ്വ തോന്നിയാസങ്ങളുമുള്ള മകൻ്റെ തിരുത്തി മാറ്റിയെടുക്കാനുള്ള മരുന്നായിരുന്നു ഞങ്ങളുടെ പെങ്കൊച്ചുമായുള്ള ഈ കല്യാണമെന്ന്. നന്ദിയുണ്ട് ചേട്ടാ. ഇപ്പോഴെങ്കിലും ഇക്കാര്യം ഞങ്ങളെ അറിയിച്ചതിൽ. ഇനി അതിൻ്റെ മറുവഴി നോക്കിയാൽ മതിയല്ലോ ഞങ്ങൾ. ഗോപിനാഥൻ്റെ സ്വരം മാറി. ഗോപിനാഥൻ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നിങ്ങൾ ഞങ്ങളുടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സുന്ദരേശന് അയാളോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു.
ധാരണ പിശകൊക്കെ ഉണ്ടായിരുന്നു ചേട്ടാ, അത് പക്ഷേ ഇതുവരെയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. നിങ്ങൾ ഞങ്ങളുടെ മകളോട് കാണിച്ചിരുന്ന സഹാനുഭൂതിയുടെ ഹേതു ഇപ്പോഴല്ലേ പിടികിട്ടിയത്? ലോകോത്തര ക്രിമിനലായ ഒരുവനെ പിടിച്ച് ഒരു പാവം പെണ്ണിൻ്റെ ജീവിതത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവളോട് കരുണയുടെ ലവലേശമെങ്കിലും കാണിക്കണമല്ലോ, അല്ലേ? അല്ലെങ്കിൽ ചത്തുകെട്ട് മേലോട്ട് കെട്ടിയെടുത്ത് ചെല്ലുമ്പോൾ ദൈവം എന്നൊരു മഹാൻ്റെ ചോദ്യത്തിന് മുൻപിൽ ഉത്തരം മുട്ടി നിന്നുപോകില്ലേ? ഗോപിനാഥിൻ്റെ പരിഹാസം അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഗോപിനാഥൻ, നമുക്ക് ശരിയാക്കാം. നമ്മളെല്ലാവരും ഒത്തുനിന്നാൽ അവൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. എന്ത് മാറ്റം? അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം. അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് അവനെ മാറ്റിയെടുക്കാൻ കഴിയില്ല. ആ പ്രതീക്ഷയും ആർക്കും വേണ്ട. നിങ്ങൾ കുറ്റപ്പെടുത്തി അവൻ്റെ ഭാര്യയെ കൊണ്ട് പോലും അത് നടക്കാൻ പോണില്ല. എന്തിനു പറയുന്നു? ദൈവത്തിനെ കൊണ്ട് മാറ്റാൻ പറ്റുമോ അവനെ? ഇല്ലെന്ന് ഞാൻ പറയൂ. ഞാൻ നിങ്ങളെ വിളിച്ചത് അവൻ്റെ സ്വഭാവം മാറ്റി ഞങ്ങളെ തിരിച്ചേൽപ്പിക്കണമെന്ന് പറയാനല്ല. നിങ്ങളുടെ മകൻ മൂലം ആ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ ശാന്തിയും സമാധാനവും അല്പമെങ്കിലും വീണ്ടെടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനെയും മരുമകളെയും കുറച്ചു നാളത്തേക്കെങ്കിലും അവിടെ കൊണ്ടുപോയി നിർത്താൻ തയ്യാറാകണം. അവൻ്റെ അച്ഛനും അമ്മയുമല്ലേ നിങ്ങൾ? നിങ്ങൾക്കും ആഗ്രഹമില്ലേ അവൻ നന്നായി ഒരു കുടുംബനാഥൻ ആകുന്നത് കാണാൻ? നിങ്ങൾ കുറച്ചു മുൻപ് എന്നോട് പറഞ്ഞില്ലേ, മറ്റൊരാൾ വീട്ടിൽ സ്ഥിരതാമസത്തിനും എത്തും മുൻപ് വീട്ടിലുള്ളവർക്ക് ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് സ്റ്റഡി ക്ലാസ് നടത്തണമെന്ന്? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ മകനെ കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ നിർത്തി ആദ്യം ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്ക്. മറ്റൊരു വീട്ടിൽ ചെന്ന് അവിടെയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ ജീവിച്ചു പോകണമെന്നതിനെക്കുറിച്ച്. അതിനു വേണ്ടി കൂടിയാ മോനെ കൊണ്ടുപോയി കുറച്ച് നാളേക്ക് അവിടെ നിർത്താൻ പറഞ്ഞത്. അതിന് കഴിയുമോ നിങ്ങൾക്ക്? എനിക്ക് അത്രയും അറിഞ്ഞാൽ മതി. ഗോപിനാഥൻ ഇനിയൊന്നും പറയാനില്ലാത്ത മട്ടിൽ ചോദിച്ചു നിർത്തി. ഞാൻ പറഞ്ഞല്ലോ ഗോപിനാഥൻ, എല്ലാം ശരിയാകുമെന്ന്. അതിന് പക്ഷേ ഇത്തിരി സമയം പിടിച്ചേക്കും. നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് ഇത് തന്നെയാണല്ലോ, സമയം പിടിച്ചേക്കുമെന്ന്. എത്ര സമയം പിടിക്കും അതിന് എന്നുകൂടി നിങ്ങൾക്കൊന്ന് പറയാവോ? ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു ജീവിതകാലയളവ് ആയിരിക്കും അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയമല്ലേ? ഇങ്ങനൊരു മാനസിക രോഗിയെ ചുമക്കാൻ ശ്രീലേഖയ്ക്ക് താല്പര്യമില്ലെങ്കിലോ? ഓർത്തോ ഒന്നുകൂടി ഞാൻ പറഞ്ഞത്? ഇങ്ങനെയൊരു മാനസിക രോഗിയെ ചുമക്കാൻ. ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അത്രയും പറഞ്ഞിട്ട് അവരിൽ നിന്നും അനുകൂല മറുപടി ഒന്നും കിട്ടുന്ന ലക്ഷണമില്ലെന്ന് കണ്ടപ്പോൾ ഗോപിനാഥൻ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. അച്ഛൻ ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് വിനു അയാളുടെ മുഖത്തേക്ക് നോക്കി. വെറും ഓലപ്പാമ്പ അച്ഛ അത്. അവരുടെ ഭീഷണി കേട്ട് നമ്മൾ പേടിച്ച് മുട്ടിടിച്ച് ചെന്ന് അവരുടെ മുമ്പിൽ വീഴുമെന്ന ആ ചെറിയ തന്ത കരുതിയിരിക്കുന്നത്. പോകാൻ പറ അവരോട്. അതിലൊരു ഭീഷണി അടങ്ങിയിട്ടുണ്ട് മോനെ, സുന്ദരേശൻ വിനുവിനെ നോക്കി പറഞ്ഞു. ആ പോലീസുകാരൻ പറഞ്ഞത് ശ്രീലേഖ ഇനി പരാതിയുമായിട്ട് ചെല്ലാൻ ഇടയാൽ ശ്യാമിന് ജയിലിൽ പോകേണ്ടി വരും എന്നല്ലേ? അതിനും ഇനി അവർ മടിക്കില്ലെന്നല്ലേ അയാൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്നാൽ ശ്യാമേട്ടനെ അവരൊന്ന് ജയിലിൽ കയറ്റി നോക്കട്ടെ. ശ്യാമേട്ടനെ മാത്രമല്ല അവർക്ക് ജയിലിൽ കിടത്താൻ പറ്റൂ. നമ്മളെല്ലാം പുറത്തുണ്ടല്ലോ. എത്ര നാൾ അവർക്ക് ശ്യാമേട്ടനെ ജയിലിലിടാൻ പറ്റും? നമ്മൾ പുഷ്പം പോലെ ശ്യാമേട്ടനെ പുറത്തു കൊണ്ടുവന്ന് വരില്ലേ? എന്നാൽ അതൊന്ന് കണ്ടിട്ട് തന്നെ. പോലീസുകാരിൽ നിന്ന് അടിയേറ്റ് തൻ്റെ കവിൾ തടവിക്കൊണ്ട് വിനു ഒരു കൊല്ലുന്ന ചിരി ചിരിച്ചു. അവൻ്റെ കൺമുൻപിൽ ഏതു നേരവും തെളിയുന്ന ചിത്രങ്ങളിൽ ഒന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ആ സംഭവം. കഥ തുടരും. ബാക്കി ഭാഗം.